പത്തനംതിട്ടയുടെ രാഷ്ട്രീയ ഹൃദയ ഭൂമിയായ തിരുവല്ലയിലേക്കാണ് കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന വലിയ മത്സരം നടക്കുന്ന സ്ഥലമാണ് തിരുവല്ല എന്ന കാര്യത്തിൽ സംശയമില്ല. അതിന്റെ അടിസ്ഥാനപരമായ കാരണം പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം. BJP-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയുടെ സാന്നിധ്യം തന്നെയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവല്ലയെ അതിശക്തമായ ത്രികോണ മത്സരത്തിലേക്ക് തള്ളിവിട്ടത്. അനൂപ് തരംഗം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും അനൂപ് ആന്റണി ആണ്. ഇത്രയും നാൾ കേരള കോൺഗ്രസിന്റെയും സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ ഒക്കെ വിളനിലമായിരുന്നു ഈ തിരുവല്ല എന്ന് പറയുന്നത്. പക്ഷേ 2026 ചിത്രം മാറുകയാണ്. എങ്ങനെ മാറാണ്ടിരിക്കും? അനൂപ് ആന്റണി തരംഗം. ഡൽഹിയിൽ നിന്നും ഒരാൾ വന്നിട്ട് എന്താണ് പറഞ്ഞത് തിരുവല്ലയിൽ നിന്നിട്ട്? എന്റെ വലം കൈയാണ്. ആരാണ് വലം കൈ? അനൂപ് ആന്റണി. അതാണ് മോദിജിയുടെ വലം കൈയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ആരൊക്കെ തമ്മിലുള്ള അതിശക്തമായ മത്സരം നടക്കുന്നു. മാത്യു ടി തോമസ് LDF-ന്റെ സ്ഥാനാർത്ഥി, നമുക്കറിയാം സിറ്റിംഗ് MLA ആണ്. 2006 മുതൽ അദ്ദേഹം അവിടെ തുടർച്ചയായി മത്സരിച്ച് വിജയിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു പരമ്പരാഗത വോട്ട് ബാങ്ക് തന്നെ അവിടെ ഉണ്ട്. പക്ഷേ 2026 അത് തുടയ്ക്കുമോ എന്ന് കണ്ടറിയണം. കാരണം മാത്യു ടി തോമസിനെതിരായ ഒരു വികാരമുണ്ട്. കാരണം ഈ അപ്പർ കുട്ടനാട് മേഖലയിലൊക്കെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത്. അത് ഇതുവരെയും പരിഹരിക്കാൻ ഈ മാത്യു ടി തോമസിനെ കൊണ്ടായിട്ടില്ല. അതാണ് അശ്വതി ഞാൻ പറഞ്ഞു വന്നത്. പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കാതെ സ്ഥിരമായി ജയിച്ചു പോകുന്നുവെന്ന ആരോപണം അദ്ദേഹത്തിന്റെ മുന്നണിയിൽ തന്നെയുണ്ട്. അതായത് CPM-ന് തന്നെ അദ്ദേഹത്തിനെതിരെയുള്ള വിമർശനം. കാര്യമായ ഡെവലപ്മെന്റോ ഒന്നും അദ്ദേഹം അവിടെ ചെയ്യുന്നില്ല. പക്ഷെ എന്ത് സംഭവിക്കുന്നു? അദ്ദേഹത്തിന്റെ ചില പരമ്പരാഗത വോട്ട് ബാങ്കിന്റെ അടിസ്ഥാനത്തിൽ തുടർച്ചയായി തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയാണ്. അത് CPM-ന്റെ തന്നെ നിലപാടാണ്. അപ്പോൾ LDF അവിടെ മാത്യു ടി തോമസിനെ തന്നെ മത്സരിക്കുന്നു. NDA-യുടെ സ്ഥാനാർത്ഥി BJP-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയാണ്. നേരെ UDF-ലേക്ക് വരുമ്പോൾ അവിടെ വർഗീസ് മാമൻ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഉറ്റുനോക്കുന്ന മത്സരം നടക്കുന്ന മണ്ഡലമാണ് തിരുവല്ല എന്ന കാര്യത്തിൽ സംശയമില്ല. അതിന്റെ അടിസ്ഥാനപരമായ കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതാണ്. അനൂപ് ആന്റണി അവിടെ ചിട്ടയായ രീതിയിലുള്ള അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം, അദ്ദേഹത്തിന്റെ സംഘടനാ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിയുള്ള പ്രവർത്തനങ്ങൾ, സഭകളുടെ നിലപാട് കൂടി അവിടെ നിർണായകമാകുന്നുണ്ട്. അതായത് ക്രൈസ്തവ സഭകളുമായുള്ള മോദിയുടെ നേരിട്ടുള്ള ഇടപെടൽ, അതൊക്കെ ഈ അനൂപ് ആന്റണിക്ക് അവിടെ ഗുണകരമാകാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് കേന്ദ്ര പദ്ധതികൾ കൃത്യമായി ആവിഷ്കരിക്കാൻ അനൂപ് ആന്റണിക്ക് സാധിക്കുമെന്നൊരു വിശ്വാസം അവിടുത്തെ ജനതയ്ക്കുണ്ട്. അതായത് അശ്വദീപ്, അനൂപ് ആന്റണിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ഞാനിത് നേരിട്ട് കാണുന്നതാണ്. കാരണം എന്റെ വീടിനോട് ചേർന്നുള്ള മണ്ഡലമാണ്. എന്റെ മണ്ഡലം റാന്നിയാണ്. പക്ഷെ എന്റെ വീടിന് മുന്നിൽ ഒരു പുഴയുണ്ട്. ആ പുഴ ചാടിക്കടന്നാൽ തിരുവല്ലയാണ്. അപ്പോൾ തിരുവല്ലയിൽ എന്താണ് സംഭവിച്ചത്? അനൂപ് ആന്റണി കഴിഞ്ഞ 5 വർഷമായി അദ്ദേഹം ഈ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയായിരുന്നു. ഓരോ ഗ്രാമങ്ങൾ തോറും എത്തി. അതായത് തിരുവല്ല എന്ന് പറയുമ്പോൾ ഒരു വലിയ നഗരമാണ്. പക്ഷെങ്കിൽ ഈ തിരുവല്ല മണ്ഡലം നഗര കേന്ദ്രീകൃതമല്ല. തിരുവല്ല എന്ന് പറയുന്ന മണ്ഡലം ആനിക്കാടും അതോടൊപ്പം തന്നെ വായ്പൂരും ഒക്കെ അടങ്ങുന്ന വലിയ ഗ്രാമങ്ങൾ, ആ ഗ്രാമങ്ങൾ ധാരാളം വികസനം പല രീതിയിലും എത്തിയിട്ടില്ല എന്ന വലിയ വിമർശനം മാത്യു തോമസിനെതിരെയുണ്ട്. അപ്പോൾ അത്തരം വിദൂര ഗ്രാമങ്ങളിലേക്ക് അനൂപ് ആന്റണി ഒരു മഴ പെയ്താ ഒന്ന് പൊങ്ങും, വെള്ളം പൊങ്ങുന്ന അപ്പർ കുട്ടനാടൻ മേഖലയുടെ പ്രശ്നങ്ങൾ ഇതുവരെ പരിഹരിച്ചിട്ടില്ല. അത്തരത്തിലുള്ള വിമർശനങ്ങൾ നിലനിൽക്കുകയാണ്. അപ്പോൾ അനൂപ് ആന്റണി അത്തരം സ്ഥലങ്ങളിൽ നേരിട്ടെത്തി ചിട്ടയായ പ്രവർത്തനങ്ങൾ നടത്തി ആളുകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം, അതാണ് ഞാൻ പറഞ്ഞത്, ഒപ്പം സഭകളുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം, ഇതെല്ലാം തീർച്ചയായിട്ടും തിരുവല്ലയിൽ NDA-ക്കും അനൂപ് ആന്റണി മറ്റൊരു ഫാക്ടർ കൂടിയുണ്ട്. ജെൻസി ഫാക്ടർ ഉണ്ട്. കാരണം യുവതലമുറയുടെ വോട്ടുകൾ ഈ കൂട്ടത്തിൽ ഏറ്റവും അധികം ലഭിക്കാൻ പോകുന്നത് വേറെ ആർക്കുമല്ല, അനൂപ് ആന്റണിക്കായിരിക്കും. അപ്പം ഈ തിരുവല്ല എന്ന് പറയുന്നത് അനൂപ് ആന്റണിക്ക് വിളനിലമാകാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. 100% ജെൻസി വോട്ടുകൾ അവിടെ വളരെ പ്രധാനമാണ്. അശ്വതി പറഞ്ഞ പോയിന്റ് 100%. നമുക്ക് 2021 തിരുവല്ലയുടെ മണ്ണിൽ എന്താണ് സംഭവിച്ചത് എന്നാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇവിടെ സ്ക്രീനിൽ കാണാൻ കഴിയുന്നത്. നോക്കൂ, മാത്യു ടി തോമസ് അവിടെ 62,178 വോട്ടുകൾ പിടിക്കുമ്പോൾ കുഞ്ഞു കോശി പോൾ, അന്നത്തെ UDF സ്ഥാനാർത്ഥി, 50,757 വോട്ടുകളാണ്. അശോകൻ കുളനടയാണ് അന്ന് കഴിഞ്ഞ വർഷം അവിടെ ടേമിൽ അവിടെ BJP, ഇപ്പോൾ അദ്ദേഹം BJP-യുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അന്ന് പത്തനംതിട്ട ജില്ലാ അധ്യക്ഷനായിരുന്നു. അശോകൻ കുളനട 22,674 വോട്ടാണ് നേടിയത്. ഇനി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് തിരുവല്ലയിൽ സംഭവിച്ചത് എന്നത് നോക്കാം. ഗൗതം, UDF 59,626 വോട്ടുകൾ പെട്ടിയിലാക്കിയപ്പോൾ LDF നോക്കൂ 44,939 വോട്ടുകൾ. NDA ആകട്ടെ 38,545 വോട്ടുകൾ. ഈ 2024 ലോക്സഭയിൽ NDA മൂന്നാമതാണെങ്കിലും 2026 വരുമ്പോൾ ചിത്രം മാറ്റി വരയ്ക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒപ്പം വളരെ പെട്ടെന്ന് അശ്വതി ഞാൻ ഒന്നുകൂടി സൂചിപ്പിക്കാം. അതായത് ഇത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് NDA-ക്ക് 38,545 വോട്ട് കിട്ടിയത്. പക്ഷേ തിരുവല്ലയിലെ BJP ക്യാമ്പിന്റെ ആത്മവിശ്വാസത്തിന്റെ യഥാർത്ഥ ഘടകം എന്ന് പറയുന്നത് മറ്റൊന്നാണ്. അത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവല്ലയിൽ BJP നടത്തിയ മുന്നേറ്റം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നത് BJP-യുടെ തീ നേതാവായിട്ടുള്ള K. സുരേന്ദ്രനാണ്. പ്രത്യേകിച്ച് ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ജയിലിൽ പോകുന്നു. കൊടിയ
പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നു. ജയിൽവാസം അനുഭവിക്കുന്നു. എത്രയെത്ര ക്രിമിനൽ കേസുകൾ ചുമത്തപ്പെട്ടു. അതിനുശേഷം അശ്വതി ഒരു ദൈവിക പരിവേഷത്തോടു കൂടിയാണ് സുരേന്ദ്രൻ പിന്നീട് പൊതുജനങ്ങൾക്കിടയിലേക്ക് പോകുന്നത്. അതായത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, കെ സുരേന്ദ്രൻ വരുന്ന വീതികളിൽ കർപ്പൂരം കത്തിച്ചും ആരതി ഒഴിഞ്ഞും അദ്ദേഹത്തെ ഭക്തർ സ്വീകരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചു? ഇവിടെ കാണുന്ന NDAയുടെ ഈ 38,545 എന്ന് പറയുമ്പോൾ 2019 അത് 40,000 മുകളിലായിരുന്നു BJPയുടെ വോട്ട് ഷെയർ എന്ന് പറയുന്നത്. അപ്പോൾ BJP ക്യാമ്പ് പറയുന്നത് അനൂപ് ആന്റണി കഴിഞ്ഞ 5 വർഷക്കാലം അവിടെ നിന്ന് നടത്തിയ പ്രവർത്തനങ്ങൾ, അദ്ദേഹം സ്വന്തം നിലയിൽ ചെയ്ത പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിന്റെ ക്രിസ്ത്യൻ സഭകളുമായിട്ടുള്ള ബന്ധം, ഇതുകൂടാതെ BJPയുടെ 2019 40,000 എന്ന കണക്കും കൂടി നോക്കുമ്പോൾ BJP തിരുവല്ലയുടെ മണ്ണിൽ അവിടെ താമര വിരിയും എന്നതാണ് NDA ക്യാമ്പിന്റെ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. അവരുടെ കണക്ക് അതാണ്. അപ്പോൾ എന്താണ് 2024-നെക്കാട്ടിൽ NDA ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം അവർ ചൂണ്ടിക്കാണിക്കുന്നത് കെ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ അവിടെ സംഭവിച്ചതാണ്. അപ്പോൾ സ്വാഭാവികമായും NDAക്ക് അനുകൂലമായ ഒരു തരംഗം അവിടെ ഉണ്ട് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗോകുൽ തിരുവല്ലയിൽ ക്യാമ്പ് ചെയ്ത് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കിയ വ്യക്തിയാണ്. പക്ഷേ ഗോകുലിലേക്ക് പോകുന്നതിന് മുമ്പ് പത്തനംതിട്ട ജില്ലയിൽ തീവാർന്ന മത്സരം നടന്ന മറ്റൊരു മണ്ഡലമുണ്ട്. അത് ആറന്മുളയുടെ മണ്ണിലേക്കാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ആറന്മുളയിൽ 3 സ്ഥാനാർത്ഥികൾ നമുക്ക് വളരെ പെട്ടെന്ന് നോക്കാം. ഇതാ ആറന്മുളയിൽ വീണ ജോർജ്, കേരളത്തിന്റെ ആരോഗ്യമന്ത്രി, വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു കാലഘട്ടമാണ്. വീണ ജോർജ് LDF സ്ഥാനാർത്ഥിയെ മത്സരിക്കുമ്പോൾ മലയാളികളുടെ സ്വന്തം കുമ്മനം രാജേട്ടനാണ് അവിടെ NDA സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത്. അബിൻ വർക്കിയാണ് UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. അപ്പോൾ എന്താണ് അശ്വതി തോന്നുന്നത് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം? ഞാൻ മനസ്സിലാക്കുന്നത് വീണ ജോർജ് 2 തവണ, അതായത് ഇതിനു മുൻപ് ഈ ആറന്മുള എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഒരു കേന്ദ്രമായിരുന്നു. പക്ഷേ പിന്നീട് വീണ ജോർജ് വരുന്നതിന് ശേഷം LDFന്റെ ഒരു കേന്ദ്രമായി മാറി. പക്ഷേ നമ്മൾ ഇവിടെ നോക്കേണ്ട ഫാക്ടർ കുമ്മനം ഫാക്ടറാണ്. കുമ്മനം രാജശേഖരന്റെ വ്യക്തിപ്രഭാവം, അദ്ദേഹം ഒരു ആറന്മുളയിലെ മുക്കിലും മൂലയിലും ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന ജനകീയനായ ഒരു മനുഷ്യനാണ്. പ്രത്യേകിച്ച് വീണ ജോർജിന് ഇവിടെ ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട്. എത്രയെത്ര ചികിത്സാ പിഴവുകൾ, എത്രയെത്ര ആരോപണ മുനകൾ. ഇനി അബിൻ വർക്കിയെ നോക്കുകയാണെങ്കിൽ നോക്കൂ, കോൺഗ്രസ് ഇതൊരു പരീക്ഷണമായി, ഒരു പരീക്ഷണ കാർഡായിട്ടാണ് അബിൻ വർക്കിയെ അവിടെ ഇറക്കിയിരിക്കുന്നത്. തീർച്ചയായും ഒരു സാധ്യത നോക്കുകയാണെങ്കിൽ കുമ്മനം രാജശേഖരൻ അവിടെ വലിയൊരു സാധ്യത ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് ഞാൻ കാണുന്നത്. അത് മാത്രം ഒപ്പം വീണ ജോർജിനെതിരെയുള്ള അശ്വതി ചൂണ്ടിക്കാണിച്ച വലിയ വിമർശനങ്ങൾ, കാരണം കേരളത്തിലൊട്ടാകെ ആരോഗ്യ മേഖലയുമായിട്ടുണ്ടായിട്ടുള്ള വലിയ വിമർശനങ്ങൾ, ഒപ്പം സ്വന്തം മണ്ഡലത്തിൽ ഒന്നും ചെയ്തിട്ടില്ല, അവിടുത്തെ റോഡുകളുടെ ശോചനീയമായിട്ടുള്ള അവസ്ഥ, ആരോഗ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിൽ ആശുപത്രികളുടെ, പത്തനംതിട്ട ജില്ലാ ആശുപത്രിയുടെ ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം എതിർ ക്യാമ്പുകൾ കൃത്യമായി ഉപയോഗപ്പെടുത്തി. ആറന്മുള എന്ന് പറയുന്നത് ഒരു പൈതൃക കേന്ദ്രം കൂടിയാണ്. പക്ഷേ അതിന്റെ കൃത്യമായുള്ള ഒരു സംരക്ഷണം പോലും നടത്താൻ ഈ വീണ ജോർജ് അവിടെ 2 തവണ MLA ആയപ്പോഴും സാധിച്ചില്ല. അപ്പോൾ നമുക്ക് 2021-ലും 24-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും എന്താണ് ആറന്മുളയുടെ മണ്ണിൽ സംഭവിച്ചത്, അല്ലെങ്കിൽ ഈ മണ്ഡലത്തിൽ സംഭവിച്ചത് എന്നതിനെ പറ്റി വളരെ പെട്ടെന്ന് നോക്കി വരാം. 2021-ൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നോക്കൂ, വീണ ജോർജ് 74,950 വോട്ട് നേടി. അതായത് ഭൂരിപക്ഷം എന്ന് പറയുന്നത് 19,103 അന്നവിടെ ശിവദാസൻ നായരാണ്. കെ ശിവദാസൻ നായർ മുൻ MLA ആണ്, കോൺഗ്രസിന്റെ പ്രബല നേതാവാണ്. പക്ഷേ ഇപ്പം സ്വാധീനമൊക്കെ നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന് അന്ന് 55,947 വോട്ടുകൾ നേടി. ബിജു മാത്യു BJP 29,006 വോട്ടുകൾ. ബിജു മാത്യു പെട്ടെന്ന് വന്നൊരു സ്ഥാനാർത്ഥിയാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെ BJP പ്രവർത്തകർക്കിടയിൽ തന്നെ അതിലൊരു വിമർശനം ആ ഘട്ടത്തിൽ ഉയർന്നിരുന്നു. കാരണം അദ്ദേഹം പെട്ടെന്ന് സ്ഥാനാർത്ഥിയാക്കി, അദ്ദേഹം വന്നതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ അവിടെ നിന്നിരുന്നു. എന്തായാലും BJPയുടെ വോട്ട് അവിടെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ 2016-ൽ MT രമേശ് അവിടെ മത്സരിക്കുന്ന ഘട്ടത്തിൽ 37,000 വോട്ടുകൾ ആദ്യമായി, അതായത് ആറന്മുള BJPക്ക് വലിയ സ്വാധീനം ഉണ്ടായിരുന്ന ഒരു മണ്ഡലമല്ല. പക്ഷേ ഇപ്പോഴത്തെ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് 2016-ൽ അവിടെ മത്സരിക്കുമ്പോൾ അവിടെ 37,000 വോട്ടുകൾ നേടി. ഒപ്പം ഞാൻ 2019-ലേക്ക് ഒരിക്കൽ കൂടി അശ്വതി എത്തുകയാണ്. കെ സുരേന്ദ്രൻ ഫാക്ടർ ആറന്മുളയിൽ നമ്മൾ നോക്കണം. 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രൻ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ ആറന്മുളയിൽ 50,000 വോട്ടുകളാണ് നേടിയത്. 50,000 വോട്ടുകൾ ആറന്മുളയുടെ മണ്ഡലം കെ സുരേന്ദ്രൻ നേടിയിട്ടുണ്ട്. അപ്പോൾ BJP ക്യാമ്പ് ചൂണ്ടിക്കാണിക്കുന്നത് കെ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ ലഭിച്ച 50,000 മലയാളികളുടെ സ്വന്തം കുമ്മനം രാജേട്ടൻ മത്സരിക്കുമ്പോൾ എന്തുകൊണ്ട് ലഭിക്കില്ല എന്ന ചോദ്യമാണ് അവിടെ NDA ക്യാമ്പ് ഉയർത്തുന്നത്. അശ്വതി, നമുക്ക് 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതായത് 1.5 വർഷങ്ങൾക്ക് മുമ്പ് ആറന്മുളയിൽ എന്താണ് സംഭവിച്ചത് എന്നതുകൂടി വളരെ പെട്ടെന്ന് പരിശോധിച്ച ശേഷം ഗോകുൽ രമേശിലേക്ക് പോകാം. സ്ക്രീനിൽ 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ്
53,299 വോട്ടുകൾ സ്വന്തമാക്കിയപ്പോൾ LDF 41,769 വോട്ടുകൾ സ്വന്തമാക്കി. NDA ആകട്ടെ 31,444 വോട്ടുകളാണ് സ്വന്തമാക്കിയത്. ഇനി 2026 വരുമ്പോൾ ചിത്രം മാറാനുള്ള സാധ്യത കൂടുതലാണ്. ബിജെപിയുടെ വോട്ടിൽ അവിടെ ഒരു കുറവ് സംഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അവിടെ കൃത്യമായ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്, ഒപ്പം പ്രതിപക്ഷ വിരുദ്ധ വികാരമുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് കുമ്മനം രാജശേഖരന് വളമാകും. ഒപ്പം ഈ 2026 മറ്റ് പരമ്പരാഗത വോട്ട് ബാങ്കുകളൊക്കെ തകർത്തുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് LDFന്റെയും UDFന്റെയും വോട്ടുകൾ അദ്ദേഹത്തിന് ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്ക് ഗോകുൽ രമേശിലേക്ക് പോകാം. ഞങ്ങളുടെ പത്തനംതിട്ട റിപ്പോർട്ടർ ഗൂഗിൾ തത്സമയം ചേരുകയാണ്. ഗൂഗിൾ, ഗുഡ് ഈവനിങ്. ആദ്യം തന്നെ അറിയേണ്ടത് ആറന്മുളയുടെയും തിരുവല്ലയുടെയും രാഷ്ട്രീയ സാഹചര്യമാണ്. ഗൂഗിളിന് തിരുവല്ലയിൽ നിന്ന് ആരംഭിക്കാം. ഗൂഗിൾ, ഈ തിരുവല്ലയുടെ പശ്ചാത്തലം ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത് BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലങ്ങളിലൊന്നാണ്. അനൂപ് ആന്റണിയെ സംബന്ധിച്ച് അദ്ദേഹം അവിടെ ക്യാമ്പ് ചെയ്ത് നടത്തിയ പ്രവർത്തനങ്ങൾ, BJPയുടെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച്, അത് എത്രത്തോളം വിജയകരമാണ് എന്ന് തിരുവല്ലയിലൂടെ മനസ്സിലാക്കാനാണ് കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. അപ്പോൾ അവസാന മണിക്കൂറിൽ ഇനിയിപ്പോൾ അറിയാമല്ലോ, ഇനിയിപ്പോൾ ഈ രാത്രിയുടെ കൂടി 3 രാത്രിയും 2 പകലും കഴിഞ്ഞാൽ മെയ് മാസം 4 അപ്പോൾ എന്താണ് ഗോകുലിന് തോന്നുന്നത്? തിരുവല്ലയിൽ എന്ത് സംഭവിക്കും? അവിടെ താമര വിരിയുമോ? അവിടെ ആരൊക്കെ തമ്മിലാണ് പ്രധാന മത്സരം നടന്നത്? ഗൗതം, അശ്വതി, ഗുഡ് ഈവനിങ്. എന്തായാലും ഈ തിരുവല്ലയിൽ ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം തന്നെയാണ് നടന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് അനൂപ് ആന്റണി ഫാക്ടർ അവിടെ വന്നതോടുകൂടി മറ്റ് 2 മുന്നണികൾ, ഇടത് വലത് മുന്നണികൾ കടുത്ത പരാജയ ഭീതിയിൽ തന്നെയാണ് എന്നുള്ളതിൻ്റെ ഉദാഹരണം അവിടെ നിന്നുള്ള ആളുകളുടെ പ്രതികരണത്തിൽ നിന്നും, സാധാരണക്കാരായിട്ടുള്ള നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ പോലും അവരുടെ നോർമലായിട്ടുള്ള സംസാരത്തിൽ പോലും അനൂപ് ആന്റണിയുടെ വിജയത്തെപ്പറ്റി അവർ വളരെയേറെ പ്രതികരിക്കുന്നുണ്ടായിരുന്നു. നമ്മളോട് നേരിട്ടും അല്ലാതെയും ഒക്കെ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങളിൽ നിന്ന് അത് വ്യക്തമാണ്. കാരണം അനൂപ് ആന്റണി തിരുവല്ല കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തനം നടത്തിയത് കേവലം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രമായിരുന്നില്ല. അതിനും മാസങ്ങൾക്ക് മുൻപേ, അല്ലെങ്കിൽ കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് അദ്ദേഹം അവിടെ തന്നെ ഉണ്ട്, അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു. മാസങ്ങൾക്ക് മുന്നേ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തിരുവല്ലയിൽ NDA ക്യാമ്പിൽ തുടക്കമാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അടിത്തട്ടിൽ നിന്നും ഏറ്റവും സുശക്തമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കുവാനായിട്ട് NDA ക്യാമ്പിന് തിരുവല്ല മണ്ഡലത്തിൽ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് തിരുവല്ല മണ്ഡലത്തിൽ BJPയുടെയും NDAയുടെയും പ്രവർത്തകർ. അതിന് പ്രധാനമന്ത്രി തന്നെ നേരിട്ടെത്തിക്കൊണ്ട് ആ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കാഴ്ചയും നമ്മൾ തിരുവല്ലയിൽ കണ്ടു. ഒപ്പം അനൂപ് ആന്റണി എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്കുള്ള വ്യക്തിപരമായിട്ട് ലഭിക്കുന്ന വോട്ടുകൾ അത് ഏറെ നിർണായകമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. BJPക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് 30,000-ന് മുകളിൽ 30,000-നും 35,000-നും ഇടയിൽ ബേസ് വോട്ടുള്ള ഒരു മണ്ഡലം കൂടിയിട്ടാണ് തിരുവല്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ വോട്ടിനപ്പുറത്തേക്ക് അനൂപ് ആന്റണിയുടെ വ്യക്തിപ്രഭാവം കൊണ്ട് ലഭിക്കുന്ന വോട്ടുകൾ കൂടി എന്തായാലും വിജയത്തിൽ നിർണായകമായിട്ട് മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ഉള്ളൊരു മണ്ഡലം കൂടിയിട്ടാണ്. 3 സ്ഥാനാർത്ഥികളും, അതിൽ 2 സ്ഥാനാർത്ഥികൾ ഇടതുമുന്നണിയുടെ മാത്യു ടി തോമസ് ആയാലും വർഗീസ് മാമൻ UDFന്റെ ആയാലും അവർ 2 പേരും മർത്തോമ സഭയുടെ സ്ഥാനാർത്ഥികളാണ്. അവർ അതുകൊണ്ട് തന്നെ മർത്തോമ സഭയുടെ ആസ്ഥാനം കൂടി സ്ഥിതി ചെയ്യുന്ന ഒരു മണ്ഡലം കൂടിയാണ് തിരുവല്ല. ആ 2 സ്ഥാനാർത്ഥികളൊക്കെയായിട്ട് സഭാ വോട്ടുകൾ സ്പ്ലിറ്റായി പോകും എന്നുള്ളത് കൊണ്ട് തന്നെ ആ കൂടുതൽ വോട്ടുകൾ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള വോട്ട് കൊണ്ട്, അല്ലെങ്കിൽ മർത്തോമ സഭയുടെ വോട്ട് കൊണ്ട് മാത്രം വിജയിക്കാൻ എന്നുള്ള ഒരു മുന്നണിയുടെ സ്വപ്നം അത് സാധ്യമാകില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഏറ്റവും ശക്തമായിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ ഓരോ വോട്ടുകളും കൃത്യമായിട്ട് ഉറപ്പിക്കുവാനായിട്ട് അനൂപ് ആന്റണിക്ക് സാധിച്ചു. മാത്രമല്ല പ്രധാനമന്ത്രി നേരിട്ട് തിരുവല്ലയിൽ എത്തിക്കൊണ്ട്, തിരുവല്ലപ്പൻ്റെ മണ്ണിൽ എത്തിക്കൊണ്ട് അദ്ദേഹം നേരിട്ട് അവിടുത്തെ ജനങ്ങളോട് പറഞ്ഞത് അനൂപ് ആന്റണി എൻ്റെ വലം കൈയാണ്, നിങ്ങൾക്ക് ഞാൻ അനൂപ് ആന്റണി വിട്ടു നൽകിയിരിക്കുകയാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എന്നുള്ള ആ ഒരു പ്രസംഗമൊക്കെ തന്നെ തിരുവല്ലയിലെ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മുഴുവൻ പത്തനംതിട്ട ജില്ലയിലെയും അല്ലെങ്കിൽ ആ ഒരു മധ്യ തിരുവിതാംകൂറിൻ്റെയും ഒക്കെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് മോദിയുടെ ആ ഒരു പ്രചാരണ പരിപാടി വലിയ ഊർജ്ജം നൽകി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മറ്റൊരു ഫാക്ടർ തിരുവല്ലയിൽ നിലനിൽക്കുന്നത് ഈ മാത്യു ടി തോമസ് സിറ്റിംഗ് MLAയുടെ ഭരണപരാജയം തന്നെയാണ്. കഴിഞ്ഞ 4 ടേമുകളായിട്ട് അദ്ദേഹം തുടർച്ചയായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ ജനവിരുദ്ധ വികാരം അദ്ദേഹത്തിനെതിരായിട്ടുണ്ട്. മാത്രമല്ല തിരുവല്ലയുടെ വികസന വിരുദ്ധതയൊക്കെ തന്നെ കൃത്യമായിട്ട് ജനങ്ങളടക്കം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തിരുവല്ല എന്ന് പറയുന്നത് ഈ മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു വ്യാപാര കേന്ദ്രമാണ്. പക്ഷേ ആ വികസന സാധ്യതകൾ ഒരുപാടുണ്ടെങ്കിൽ കൂടിയിട്ടും ആ നിലയിൽ ഉയർന്നു വരാത്തൊരു നഗരം കൂടിയിട്ടാണ് തിരുവല്ല എന്ന് പറയുന്നത്. വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു നഗരം കൂടിയിട്ടാണ്. വികസന സാധ്യതകൾ അനന്തമായിട്ട് നിൽക്കുന്ന ഒരു പ്രദേശം കൂടിയിട്ടാണ് തിരുവല്ല. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ജനങ്ങളെ നമ്മൾ നേരെ ആറന്മുളയിലേക്ക് എത്തുകയാണെങ്കിൽ എന്താണ് ആറന്മുളയിൽ സംഭവിക്കുന്നത്? കാരണം തിരുവല്ല പോലെ തന്നെ അതിശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണല്ലോ. പ്രത്യേകിച്ച് കുമ്മനം രാജശേഖരന്റെ സാന്നിധ്യം അവിടെയുണ്ട്. കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയായിട്ടുള്ള വീണ ജോർജ് അവിടെ 3ാമത്തെ ടേമിൽ ജനവിധി തേടുന്നു. വലിയ ജനവികാരം വീണ ജോർജിനെതിരെ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം UDFന്റെ ഒരു പരമ്പരാഗത ശക്തി കേന്ദ്രം എന്ന നിലയിൽ
ചൂണ്ടിക്കാണിച്ചിരുന്ന ഒരു ഡിസ്ട്രിക്റ്റാണ് പത്തനംതിട്ട. കാരണം 5 നിയമസഭാ സീറ്റുകളും പല ഘട്ടങ്ങളിൽ UDF വിജയിച്ചിരുന്നുവെങ്കിൽ അടുത്ത കാലത്ത് അവിടെ ട്രെൻഡ് മാറുകയാണ്. അവിടെ LDFന് അനുകൂലമായ ഒരു വികാരം ഉണ്ടാകുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 5 സീറ്റും പ്രത്യേകിച്ച് ആറന്മുള ഉൾപ്പെടെ LDF വിജയിക്കുകയാണ്. അപ്പോൾ ആറന്മുളയിലേക്ക് നമ്മൾ എത്തുകയാണെങ്കിൽ അവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് 3 സ്ഥാനാർത്ഥികൾക്കിടയിൽ നടന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ഒപ്പം NDF ഫാക്ടർ എന്താണ്? കുമ്മനം രാജശേഖരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറത്ത് ആദ്യമായ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. അങ്ങനെ ഒരു ഘടകം കൂടിയുണ്ട്. അദ്ദേഹം മുൻപ് 1987 തിരുവനന്തപുരം നോർത്തിൽ മത്സരിച്ചിട്ടുണ്ട്. പിന്നീട് 2016 വട്ടിയൂർക്കാവിൽ മത്സരിച്ചു. 2021 നേമം. അങ്ങനെ തിരുവനന്തപുരം ജില്ലയിലാണ് കുമ്മനം മത്സരിച്ചതെങ്കിൽ ഈ തവണ പത്തനംതിട്ടയിലേക്ക് അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ NDF ഫാക്ടർ എത്രത്തോളം വർക്ക് ചെയ്തിട്ടുണ്ടാകാം ആറന്മുളയിൽ? ഗോകുൽ. ഗൗതം, ആറന്മുളയിലും ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം തന്നെയാണ് നടന്നിരിക്കുന്നത്, പൂർത്തിയായിരിക്കുന്നത്. ഏറ്റവും പ്രധാനം അവിടെ NDA വലിയ വിജയപ്രതീക്ഷ വെക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല കഴിഞ്ഞാൽ അതേപോലെ തന്നെ വിജയപ്രതീക്ഷ വെക്കുന്ന ഒരു മണ്ഡലം കൂടിയിട്ടാണ് ആറന്മുള എന്ന് പറയുന്നത്. ആറന്മുളയിൽ കുമ്മനം രാജശേഖരൻ അവസാന നിമിഷത്തിലാണ് NDAയുടെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രവർത്തകർക്ക് വലിയ ആത്മവിശ്വാസം എന്തായാലും കുമ്മനത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തോടുകൂടി വന്നു ചേരുകയും കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് അവർക്ക് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആറന്മുള എന്ന് പറയുന്നത് കുമ്മനം രാജശേഖരന് പുതിയ ഒരു മണ്ണല്ല. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ക്ഷേത്രം തന്നെയാണ്, കർമ്മമണ്ഡലം തന്നെയാണ്. അദ്ദേഹം അവിടെ നിരവധി അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുകയും അതിനൊക്കെ പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടി മുന്നിൽ നിന്ന് പ്രവർത്തിച്ച, ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വലിയ മേൽക്കൈ നേടിക്കൊടുക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ രീതിയിൽ തന്നെ എണ്ണയിട്ട യന്ത്രം പോലെ NDA ക്യാമ്പും പ്രവർത്തകരും കൃത്യമായിട്ട് പ്രവർത്തിക്കുകയും ഓരോ വോട്ടും ബാലറ്റ് പെട്ടിക്കുള്ളിലാക്കാൻ ശ്രമിക്കുകയും അതിൽ വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിലയിരുത്തൽ ഉണ്ടാവുകയും തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത് വീണ ജോർജാണ്. സിറ്റിംഗ് MLA 2016 2021 വിജയിച്ച MLA കൂടിയിട്ടാണ് വീണ ജോർജ്. പക്ഷേ ഇക്കുറി കാര്യങ്ങൾ വീണയ്ക്ക് വിപരീതമായിട്ട് മാത്രമേ ഫലിക്കുകയുള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം കഴിഞ്ഞ പിണറായി സർക്കാരിൽ ഏറ്റവും പരാജയപ്പെട്ട ഒരു വകുപ്പ്, ഭരണവകുപ്പ് ഏതാണ് എന്ന് ചോദിച്ചാൽ പൊതുജനങ്ങൾ മുഴുവൻ നിസ്സംശയം പറയുക അത് ആരോഗ്യവകുപ്പായിരിക്കും എന്നുള്ളത് തന്നെയാണ്. ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വീഴ്ചകൾ, തുടർച്ചയായിട്ട് ഇങ്ങനെ വീഴ്ചകൾ ഉണ്ടായിക്കൊണ്ടേയിരുന്ന ഒരു ഭരണ കാലയളവായിരുന്നു കഴിഞ്ഞ 5 വർഷം എന്ന് പറയുന്നത്. ആ വകുപ്പിന് നേതൃത്വം നൽകിയ ആരോഗ്യമന്ത്രി വീണ ജോർജ് വീണ്ടും മത്സരിക്കുന്നത് എന്തായാലും ഇക്കുറി നല്ല ആത്മവിശ്വാസത്തോടു കൂടിയല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് വീണയ്ക്കെതിരായിട്ട് നിൽക്കുന്ന ജനവികാരം, ഒപ്പം ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ വീണയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ചില മോശകരമായിട്ടുള്ള പ്രവർത്തികൾ, പ്രത്യേകിച്ച് ഈ ആക്രമം, അത് വീണ ജോർജിന് ആക്രമണം നേരിട്ടതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള നാടകങ്ങളും അതോടൊപ്പം തന്നെ ആറന്മുളയിലെ വികസനവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ചില അതിരുകടന്ന പരാമർശങ്ങളൊക്കെ, പ്രത്യേകിച്ച് ആ കോഴഞ്ചേരി പാലം ഉദ്ഘാടനം ചെയ്യാനായിട്ടൊക്കെ പോയി തിടുക്കപ്പെട്ട് ഉദ്ഘാടനം ചെയ്യാൻ പോയ ആ നാടകങ്ങളൊക്കെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യമായിട്ടുണ്ട്. എന്തായാലും ആ വീണയുടെ കാപട്യം കൃത്യമായിട്ട് ജനങ്ങൾക്ക് ബോധ്യമാവുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, പൊതുജനങ്ങൾക്ക് മാത്രമല്ല, വീണയോട് സ്വന്തം പാർട്ടിക്കും മുന്നണിക്കുമുള്ളിൽ തന്നെ വലിയ വിഭാഗീയത നിലനിൽക്കുന്നു, എതിരഭിപ്രായം നിലനിൽക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് കഴിഞ്ഞ അല്ലെങ്കിൽ വീണ ജോർജ് ഈ MLA ആയതിനു ശേഷം മുതൽ തന്നെ പാർട്ടിക്കുള്ളിൽ തന്നെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട വേദികളിലൊക്കെ തന്നെ വീണയ്ക്കെതിരായിട്ട് പാർട്ടി പ്രവർത്തകർ കൃത്യമായിട്ട് വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന വേളയിൽ പോലും മുന്നണിയിൽ ഭിന്നതയുണ്ടായി. പലതവണ ഈ തെരഞ്ഞെടുപ്പ് എന്തായാലും അതിശക്തമായ മത്സരമാണ് ആറന്മുളയിലും തിരുവല്ലയിലും എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ സ്വാഭാവികമായും കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ 2 മണ്ഡലങ്ങളാണ്. പത്തനംതിട്ടയിൽ റാന്നിയും അടൂരും അതോടൊപ്പം തന്നെ കോന്നിയുമുണ്ട്. അവിടെയും മത്സരം ശക്തമാണ്.